ഇപ്പോൾ റോണി കെ ബേബി ടെലിഫോൺ ലൈനിലുണ്ട്, കോൺഗ്രസ് നേതാവ്. ശ്രീ റോണി, ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസം എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം കീഴ്ക്കോടതി അല്ലെങ്കിൽ സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയിരുന്നു, അറസ്റ്റ് തടയരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നില്ല. ഇപ്പോഴിതാ 15-ാം തീയതി വരെ അറസ്റ്റ് തടയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പല ആരോപണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് പറയുന്നുണ്ട്. 10 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താൻ പറ്റാതിരിക്കുന്നതല്ല, ബോധപൂർവമായി രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാത്തതാണ് എന്ന് പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഇതിനിടയിലാണല്ലോ ഈ കോടതിയുടെ നിർദ്ദേശം. അതിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? രാജ്യത്തിന്റെ നിയമ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് കേരള ഹൈക്കോടതി അതിന്റെ നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തില് കോൺഗ്രസ് പാർട്ടിക്ക് അതിനകത്ത് ഔദ്യോഗികമായിട്ട് പ്രതികരിക്കാനായിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് കാരണം ഞങ്ങൾ അതിനകത്ത് ഉദ്ദേശിക്കുന്നില്ല, മറ്റൊന്നും കൊണ്ടല്ല. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമല്ല. കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു ബന്ധവുമില്ല. അപ്പോൾ അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനാണ്. പക്ഷേ അവിടെയാണ് ശ്രീ റോണി, അതായത് ഇതൊക്കെ സാങ്കേതികത്വമല്ലേ എന്ന മറുചോദ്യമാണ് ഈ രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കുന്നത്. ഇങ്ങനെ പുറത്താക്കിയെന്ന് പറയുമ്പോഴും രാഹുലിന് ഈ ഒളിത്താവളം ഒരുക്കുന്നത് കോൺഗ്രസ്സുകാരാണ് എന്ന് പറയുന്നു, രാഹുലിനെതിരായ പോസ്റ്ററുകൾ കീറുന്നത് KSUക്കാരാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോഴും സംരക്ഷണം ഉണ്ട് കോൺഗ്രസിൻ്റെത് എന്നുള്ളതാണ് മറുഭാഗത്തിന്റെ ആക്ഷേപം. ഇവിടെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ കഴിഞ്ഞ 10 ദിവസമായി പോലീസിന് പിടികൊടുക്കാതെ സംരക്ഷിക്കുന്നത് കോൺഗ്രസ്സുകാരാണ് എന്ന് പറയുന്ന കേരള സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി. ആരാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? മുഖ്യമന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു നിമിഷം പോലും ആ കസേരയിൽ ഇരിക്കാനുള്ള ധാർമ്മിക അവകാശമില്ല. കാരണം കേരള പോലീസിനേക്കാളും വലിയ സംവിധാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കേരള പോലീസിന് പോലും സാധിക്കാത്തത് കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുന്നു. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കേരള പോലീസിന് പോലും പിടികൊടുക്കാതെ അല്ലെങ്കിൽ പിടിക്കാൻ കഴിയാതെ കോൺഗ്രസ് പാർട്ടി സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആ കസേരയിൽ ഇരിക്കുന്നതിന്റെ അകത്ത് യാതൊരുവിധ കാരണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ വെറും ബാലിശമായ കാരണങ്ങൾ. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കഴിഞ്ഞ 10 ദിവസം അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അത് കേരള പോലീസിന്റെ വീഴ്ചയാണ്. അദ്ദേഹത്തെ ഇതുവരെ ട്രേസ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അകത്ത് പിന്നെ കേരള പോലീസിന്റെ പരാജയത്തിന്, കേരള പോലീസിന്റെ വീഴ്ചയ്ക്ക് അതിനകത്ത് കോൺഗ്രസ് പാർട്ടിയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഇത് വളരെ സംഘയ്ക്കിടയില്ലാത്തതുകൊണ്ട് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞുകൊള്ളട്ടെ. ഈ വിഷയത്തിന്റെ ഓരോ ഘട്ടത്തിലും കോൺഗ്രസ് കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. ആരാണ് ഉയർന്നപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി, അദ്ദേഹത്തെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, അദ്ദേഹത്തെ നിയമസഭാ കക്ഷിയിൽ നിന്ന് മാറ്റി നിർത്തി. അവസാനം അതിന് പരാതി ഉയർന്നപ്പോൾ അത് ജാമ്യം നിഷേധിച്ചപ്പോൾ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക സംവിധാനവും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കും, അല്ലെ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസ് പാർട്ടിക്കില്ല. പക്ഷെ അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ നിയമപരമായ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോട്ടെ. അതിന് കോൺഗ്രസ് പാർട്ടിയുമായിട്ട് ഒരു ബന്ധവുമില്ല. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ പ്രതികരിക്കാൻ പോലും ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട കാര്യമില്ല, പ്രതികരിക്കേണ്ട കാര്യമില്ല. ആ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയി തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യെസ്, ഇതാണ് കോൺഗ്രസിന്റെ പ്രതികരണം. അതായത് രാഷ്ട്രീയമായി കോൺഗ്രസ് ഉയർത്തുന്ന പ്രതിരോധം എന്ത് എന്നതുകൂടി ഈ വാക്കുകളിൽ വ്യക്തമാണ്. കഴിഞ്ഞ 10 ദിവസമായി ആഭ്യന്തര വകുപ്പ് നിർജീവമാണ് എങ്കിൽ പിന്നെ അതിനേക്കാൾ വലിയ സംവിധാനമാണ് കോൺഗ്രസിനുള്ളത് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്നാണ്. പക്ഷേ CPIM ഇപ്പോഴും അതേ ആരോപണം തന്നെയാണ് ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നത്. എന്തുകൊണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല? അന്വേഷണ സംഘം ശരിയായ ദിശയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ രാഹുലിന് കോൺഗ്രസ് ആണ് കൃത്യമായ സംരക്ഷണം ഒരുക്കുന്നത് എന്നുള്ളതാണ്. ആ രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും മണിക്കൂറുകളിലും തുടരുകയും ചെയ്യും. പക്ഷേ രാഷ്ട്രീയമായി കോൺഗ്രസ് ഇക്കാര്യത്തെ, അതായത് ഞങ്ങൾക്കിനി ബന്ധമില്ല, കോൺഗ്രസിന്റെ അംഗമല്ല രാഹുൽ എന്നൊക്കെ പറയുമ്പോൾ പോലും ഇത് ആത്യന്തികമായി കോൺഗ്രസിന് വലിയ ആശ്വാസമാകുന്ന ഒന്നുണ്ട്. കാരണം രാഹുൽ കുറ്റക്കാരനാണോ അല്ലയോ എന്നതിലെ വിധി വരണമെങ്കിൽ ഇനി അന്വേഷണമൊക്കെ നടന്ന് വിചാരണ പൂർത്തിയാകേണ്ടതുണ്ട്. പക്ഷേ പ്രാഥമികമായി കോടതി അറസ്റ്റ് ചെയ്യരുത് എന്ന് ഈ ഘട്ടത്തിൽ പറയുമ്പോൾ അത് ആശ്വാസമാകുന്നുണ്ട് രാഹുലിന്. സ്വാഭാവികമായും അത് കോൺഗ്രസിനും ആശ്വാസകരമാണ്.